നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഞായറാഴ്ച, അത് സ്വപ്നം കണ്ടുവരുന്ന ആ വരവാണ് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും തലേദിവസം കിച്ചണൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാറുള്ളത് കേട്ടോ. പക്ഷേ ഇന്നലെ വിചാരിച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, സമയമുണ്ടല്ലോ, മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആവാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. ഇപ്പോൾ കാലത്തെ എണീറ്റിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, എന്നാലും ഭക്ഷണം കഴിക്കണമല്ലോ നമുക്ക്. പിന്നെ നമ്മളിന്ന് കുറച്ച് ചീറ്റിംഗ് ഡേ ആയ കാരണം കൊണ്ട് ശ്രീകുട്ടനെ ഞാനും കൂടി പ്ലാൻ ചെയ്തതാണ് നമ്മുടെ മാഗി പാസ്ത എന്ന് പറയുന്നത് കേട്ടോ. പാസ്ത ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ മാഗി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെള്ളത്തിലൊഴിച്ച് അതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്യിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെയിലി ഡ്രിങ്കാണ് കേട്ടോ. കുറച്ച് നാൾ കുടിക്കും, 10-20 ദിവസം കുടിക്കും, പിന്നെ ലോങ് ഗ്യാപ്പ് എടുക്കും, 10-30 ദിവസം ഗ്യാപ്പ് എടുക്കും, വീണ്ടും ഉണ്ടാക്കും കുടിക്കും. പക്ഷെ ഇതെനിക്ക് കാലത്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു വയറ് നിറഞ്ഞ ഫീലാണ്, വിശക്കില്ല. ഇതിങ്ങനെ തടി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണതൊന്നല്ല കേട്ടോ, തടിയൊന്നും കുറയില്ല ഇത് കഴിച്ചുകൊണ്ട്. പക്ഷെ നമുക്കൊരു ഉന്മേഷം കിട്ടും, നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ ആവാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ പാസ്ത നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി മുട്ട കഴിഞ്ഞു പോയായിരുന്നു. നമ്മുടെ എന്താ പറയുക, കുശവന്മാർ ഓട്ടക്കലത്തിലെ കഞ്ഞി കുടിക്കും എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ് ഇവിടെ. ദൂരം കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മറക്കും. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ ആ ഒരു കടുക് പൊട്ടിച്ച പാത്രത്തിൽ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ കാബേജും മാത്രമേ ഉള്ളൂ, അത് നമ്മൾ കണിയിൽ വെച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്ന് സോട്ടായി വന്നപ്പോൾ ഞാൻ അതിൽ മന്തി മസാലയും അതുപോലെ തന്നെ മഞ്ചൂരിയൻ മസാലയും ഒക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് മാഗി മസാലയും കൂടി ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ മാഗി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറൊക്കെ വരും, കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു മാങ്ങാ ജ്യൂസ് അടിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പടയുന്ന നമ്മളത് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിന്ന് ചെടിത്തോട്ടത്തിൽ അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമാണ്. ഞായറാഴ്ചയാണ് എനിക്ക് ചെടിത്തോട്ടത്തിൽ ഇറങ്ങാൻ ഇഷ്ടം, കാരണം ഭാഗ്യനെ വിളിച്ചാൽ കിട്ടും. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഭാഗ്യനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അന്നത്തെ പ്ലാനിങ് ഒക്കെ എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ കസേരയിൽ ഇരുന്നിട്ടാണ്. അത്യാവശ്യം നല്ല മഴക്കാരും അതോടൊപ്പം തന്നെ ഗംഭീര ചൂടുണ്ടായിരുന്നു. മഴക്കാരുള്ളപ്പോൾ ചൂട് കൂടുന്നല്ല പറയാം. അപ്പോൾ ഞാനിത് ഇറങ്ങണ്ടേന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാവാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള പരിപാടികൾ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഇറച്ചി മീനൊക്കെ ധാരാളം ഉള്ള കാരണം കൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റേറിയൻ സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് നോൺ വെജേ ഇല്ലയെന്ന്. ഇല്ല, നമ്മൾ ഉണക്കമീൻ വറുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമീൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടേ കുറച്ച് മുളക് പൊടി മാത്രം തിരുമ്മി നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കാബേജ് ആയിരിക്കുന്ന ഒരു കാബേജ് ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് ഉപ്പേരി വയ്ക്കാൻ പോണത്. ഇവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം, എന്നാലാണ് ശ്രീകുട്ടനായാലും ഞാനായാലും ഇങ്ങനെ നല്ലൊരു പശുവിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് ഇന്നും നമ്മുടെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിക്കണം, ഞാൻ ചട്ടി പോലും മാറിയില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ കുക്കിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. നമ്മളിന്ന് ഗാർഡനിലേക്ക് ഇറങ്ങുന്നുണ്ട്, നമുക്ക് കുറേ അടിനീയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് വ്ളോഗ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കാബേജും നമുക്ക് ഉപ്പേരി വെച്ചെടുക്കാം. കണിക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കണിക്കും വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളിന്ന് ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കണത് കേട്ടോ. പിന്നെ പരിപ്പ് കുത്തിക്കാച്ചിയത്, അത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് പരിപ്പ് കുത്തിക്കാച്ചിയത് എന്ന് പറയുന്നത്. അത് ഉള്ളിൽ കുത്തിക്കാച്ചണം, നല്ല പുളിയൊക്കെ ഒഴിച്ചിട്ട്. ഇവിടെ നമ്മുടെ 90 കിഡ്സിൻ്റെ ഒക്കെ ഒരു വിഭവസമൃദ്ധമായ സദ്യ നമ്മുടെ സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കുമല്ലോ ഒരു സാധാരണക്കാരുടെ വീട്ടിൽ. ഇങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ പരിപ്പ് കുത്തിക്കാച്ചതും ഉണക്കമീനും പയറുപ്പേരിയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പയറുപ്പേരി ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഊണിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത്തിരി ബീഫ് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടാ. ബീഫ് വേണ്ട കേട്ടാ, ഞാൻ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഉണക്കമീൻ അപ്പുറത്തേക്ക്. ഹാപ്പി സൺഡേ. സൺഡേ പരിപാടിയുള്ള എന്താ? എൻ്റെ കൂടെ ചെടിത്തോട്ടം വൃത്തിയാക്കാൻ വരില്ല കുറച്ച് നേരം? വേലയില്ല കൂലിക്ക് കൂടെ കൂടണ്ട. കൂലിയില്ല വേലയ്ക്ക്, അവിടെ ഫ്രണ്ട് മാത്രം. നോൺ വെജിൻ്റെ എത്ര വലിയ സദ്യ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പരിപ്പ് കുത്തിക്കാച്ചതും ഉണക്കമീനും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലേ. അങ്ങനെ ഒരാളെ ഞാൻ ഭാഗ്യം കേട്ടോ, ഇവൻ ഞാനും കൂടി. അപ്പോൾ സൺഡേ അല്ലേ, നമുക്കൊരു ഔട്ടിംഗ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് മണ്ണുത്തിക്കാണ് നമ്മൾ പോണത്. നമ്മുടെ ഔട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ, മണ്ണുത്തി കടയിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ ഭാഗ്യം എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം പറഞ്ഞാൽ പിന്നെ കയറിക്കോ, ഞാൻ കുറച്ച് ചെടികളൊക്കെ മേടിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് അടീനിയം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. നീണ്ടു ഭാഗ്യ എന്തുട്ടല്ലേ ചോപ്പ പാടം ചോപ്പ പൂവ് എന്ന് പറഞ്ഞ
ഭാഗ്യ കലക്കി കലക്കി ഇതൊക്കെ അടീനിയാ. ഇപ്പോഴേ ഇതിൻ്റെ ഓരോ ചട്ടി മുഴുവൻ 116, 227 അങ്ങനെ നമ്പർ 47 നമ്പറൊക്കെ ഉണ്ടാവും. ആ നമ്പർ അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. കണ്ട ഇങ്ങനെ പല പല മോഡലാണ് കേട്ടോ. ഇത് റെഡ്, ഇത് ഒരു ലൈറ്റ് മഞ്ഞ, അതിൻ്റെ വേറൊരു മഞ്ഞ ഇവിടെ, അതിൻ്റെ വേറെ മഞ്ഞ കണ്ട, ഡബിൾ പെറ്റലാ കണ്ട. നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു ചെടി, ഞാൻ കണ്ടിട്ടില്ലേ. അതുപോലെ ഇതും നമ്മുടെ കയ്യിലുണ്ട് 121. ഇതിൻ്റെ നമ്പർ 121. അത് നോക്കിയടാ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ കൊത്തിയാവണം കാണാൻ. ഈ പൂക്കളോട് അമിതമായ ആവേശമുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുമ്പോഴുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അടീനിയ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ പാടാണ് അവിടെ അടീനിയത്തിൻ്റെ പടം. ഈ സൈഡിലിരിക്കുന്നതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള തൈകൾ എന്ന് പറയുന്നത്. 200 രൂപ, 500 രൂപ, 1000 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതിലും കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി വീട്ടിൽ കൊണ്ട് വെച്ചാൽ നശിച്ചു പോകുന്നുള്ള പേടി വേണ്ട. ബാക്കിയുള്ള ചെടികളുടെ പോലെയല്ല. ഇതിപ്പോൾ 43, 48, 46 അങ്ങനെ റേറ്റുകൾ കണ്ടോ, അങ്ങനെ നമ്പറുകൾ കണ്ടോ. ആ നമ്പറുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തുള്ള ചെടികളിൽ നിന്ന്, അതായത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെടികളൊക്കെ മേടിച്ച് നമ്മൾ പോവാണ്. ഈ അടീനിയത്തിൻ്റെ ഉള്ളിൽ ഗംഭീര വെയിലാട്ടാ. അടീനിയം മേടിക്കാൻ പോയിട്ടേ ഞാൻ പകുതിയിൽ ഓടി കയറി. പച്ചനെറ്റല്ലേട്ടാ, മുകളിൽ പ്ലാസ്റ്റിക് നെറ്റാണ്. അത്രയും ചൂട് വേണം. UV ഷീറ്റ് അത്രയും ചൂട് വേണം അത്ര അടീനിയത്തിന്. നമ്മുടെ അടീനിയത്തിമത്തെ പൂ കൊഴിഞ്ഞതിന്റെ കാരണം അതാന്നാ ചേച്ചി പറയാം. എന്റെ മക്കളെ ഇനി വീണ്ടും പുറത്തേക്ക് ഇറക്കാൻ പോവാ. ഇന്ന് നമ്മുടെ പണി അതാണ്. മണ്ണുത്തിയിൽ സൺഡേ ലീവായിരിക്കും കേട്ടോ. നമ്മൾ ഇട ദിവസങ്ങളിൽ പോകുന്നത് നല്ലത്. പിന്നെ നമുക്ക് ഇതുപോലെ പരിചയമുള്ള കടകളിലൊക്കെ നമ്മൾ പോയിട്ട് മേടിക്കുമ്പോഴാണ് അത്യാവശ്യം നമുക്ക് വിലക്കുറവിലും അതുപോലെ തന്നെ സെലക്ഷനിലും കിട്ടാവുന്നത്. നമ്മൾ കലാഞ്ചിയ മേടിച്ചു, 70 രൂപയായിരുന്നു കലാഞ്ചിയയ്ക്ക്. പിന്നെ കുറച്ച് ചെടികൾ, നമ്മുടെ ബാൽസങ്ങളുണ്ടല്ലോ, അതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ ചേട്ടന്മാരെൻ്റെ ഡിക്കി കണ്ടിട്ട് ചോദിക്കുന്നത് ചെടി ബിസിനസ് ഉണ്ടോയെന്നാണ് ചോദിക്കണത്. ഇങ്ങനെ പോയി മേടിച്ചിട്ട് വരികയല്ലേ. അങ്ങനെ നമ്മൾ 10 മണി വേണമായിരുന്നു നമുക്ക് കുറച്ച്. 10 മണി, ഒറ്റ 10 മണിയല്ല, റോസ് 10 മണി എന്ന് പറയില്ലേ നമ്മൾ, അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഇതുപോലത്തെ വലിയ വലിയ പൂക്കൾ കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്ഥിരം പോകാറുള്ള ഷോപ്പിലുണ്ടായിരുന്നു. അതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വയലറ്റ് കളർ ഉണ്ടായിരുന്നു. 10 രൂപയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റിന് വരുന്നത്. നമ്മളിപ്പോൾ 40 രൂപ 50 രൂപ കൊടുത്തിട്ടായിരിക്കും ടൗണിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ടാവുക. ഇവിടെ അതിന് 10 രൂപയുള്ളൂ കേട്ടോ. കുറച്ച് ചെടിച്ചട്ടികൾ മേടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ താമര മാറ്റി നടാനുണ്ടായിരുന്നേ. അപ്പോൾ താമര ഞാൻ കടയിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2-3 ചട്ടികളിലാക്കിയിട്ട്. കുറേ ആവശ്യക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ആയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചട്ടികളാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. താമര ചട്ടി ഇത് ഓട്ടയുള്ള ചട്ടിയാണ്. ഓട്ടയില്ലാത്ത ചട്ടി ഇത് ഓട്ടയില്ലാത്ത ചട്ടി 45 ആവും. ആദ്യം എടുത്തത് നമ്മുടെ പച്ചക്കറി കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താമരച്ചട്ടി എന്ന് പറയുന്നത്. 40 രൂപയാണ് വരുന്നത് റേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിനെത്ര ചേട്ടാ? നമ്മൾ വലിയ വലിയ മരങ്ങളൊക്കെ വെക്കാൻ, തെങ്ങൊക്കെ വെച്ചാൽ കായ്ക്കുന്നു തോന്നുന്നു, അത്രയും വലുതാണ് അത്. അപ്പോൾ അതിന് 1300 രൂപ. അതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ള സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് അടീനിയം വെക്കാനായിട്ട് ഒരു 10-12 ചെട്ടികൾ വേണമായിരുന്നു. പിന്നെ നമുക്ക് 10 മണി വെക്കാനായിട്ട് കുറച്ച് വായ്വട്ടുള്ള ചെട്ടികൾ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചെട്ടികൾ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യും. ഇതിൻ്റെ മുകളിലേ നമ്മുടെ ടാർപ്പാളല്ലേ, എന്താ പറയുക, നമ്മളിവിടെ ടാർപ്പായ എന്നാണ് പറയുക. ആ പായ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് തന്നെ ഈ ഒരു കളർ ഫീൽ ചെയ്യുന്നത് കേട്ടോ, ഒരു ബ്ലൂ കളർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും ചട്ടികൾ നമ്മുടെ ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇഷ്ടം. അതിനാണ് ഉറപ്പും കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചേച്ചിമാർ ആരെങ്കിലും ചെടി വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ കറുപ്പ ചെട്ടിക്കും ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രൗൺ കളർ ചെട്ടിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന്. ബ്രൗൺ കളർ ചെട്ടികൾക്ക് ഒരു നാച്ചുറൽ ഫീലിംഗും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ ബ്രൗൺ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് പണ്ട് നല്ലായിരുന്നു കേട്ടോ. ഞാൻ പറയാറില്ലേ, ജീവിതം മുന്നോട്ട് പോകുന്നവരും നമ്മുടെ ഈ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും മാറി വരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നത് അതും. ഇതിങ്ങനെ നമ്മുടെ 10 മണി ചെടികളുണ്ടല്ലോ, 10 മണി വെക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഈ കളറൊക്കെ ഇഷ്ടമല്ല. ഇതിൻ്റെ വേറെ കളർ നമ്മുടെ ശശിയേട്ടൻ
നല്ല വായ്വട്ടമുള്ള ചെട്ടിയാകുമ്പോൾ നമ്മൾ 10 മണി നട്ടിട്ടുണ്ടെങ്കിൽ 10 മണി ഉണ്ടായി നിൽക്കുമ്പോൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാ സൈഡിലേക്ക് അങ്ങനെ സ്പ്രെഡ് ആകുമ്പോഴേ പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു ചെടിയാണല്ലോ അത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത് എടുത്തത്. പിന്നെ നമ്മൾ ഈ ചട്ടികൾ 40 രൂപയേക്കാളും മുകളിൽ ഞാൻ മേടിക്കാറില്ല. ഇവിടെ 2 രൂപ മുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 18 രൂപ 25 രൂപ വരെയൊക്കെ ചട്ടികളാണ് കൂടുതലും ഞാൻ ചെടികൾ വെക്കാനായിട്ട് എടുക്കാറുള്ളത്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് 50 രൂപയുടെയൊക്കെ ചട്ടികളിലായിട്ട് എടുക്കാറുള്ളത് കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള ചട്ടികളുണ്ട്. പച്ചക്കറി തൈകൾ മേടിക്കണം എന്നും കൂടിയുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് വീട്ടിൽ പോവാം. ശ്രീകുട്ടന് ബുക്ക് മേടിക്കണം. ശ്രീകുട്ടന് ബുക്സ് മേടിക്കാൻ വന്നതാണ് നമ്മൾ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അവറാച്ചൻ്റെ ബുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നടത്തറ ഏജൻസിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2-3 റീഡിംഗ് ബുക്സുകളും പിന്നെ സ്കൂൾ ബുക്കുകളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാണ് താമര നടുന്നതെന്നുള്ള കാര്യം ഞാൻ നടുന്നത് കേട്ടോ. ഞാൻ നടുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ രീതികളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇതൊക്കെ ശരിയായി വരാറുണ്ടെന്ന് മാത്രം. അങ്ങനെ നമ്മൾ താമരയ്ക്കുള്ള ചട്ടികൾ, പെറ്റൂണിയയ്ക്കുള്ള ചട്ടികൾ, അതുപോലെ തന്നെ 10 മണിക്കുള്ള ചട്ടികൾ, പിന്നെ അടീനിയത്തിനുള്ള ചട്ടികൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പൂക്കളാണ് ഇരിക്കുന്നത് മുഴുവൻ ട്ടാ. അർബാൻ എടുത്തിട്ട് വെച്ചാ ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ മാത്രം പോരാട്ടോ. നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും വേണം. ഇവൻ നമുക്കൊന്ന് വയ്യാണ്ടായാൽ കൂടി അതിനൊന്നും നനയ്ക്കലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഭാഗ്യനോ ശ്രീകുട്ടനെ അതൊക്കെ ചെയ്തോളും ഇപ്പോൾ. അല്ലെങ്കിൽ ഇവൻ എനിക്ക് ഇളയമയാലും വന്ന് ചെയ്തോളൂ കേട്ടോ. നമ്മൾ അധികം ഇങ്ങനെ ചെടികൾ വെക്കുന്നത് ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ അടീനിയും അതുപോലെയുള്ള ചെടികളൊക്കെ കൊണ്ടുവരികയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ശരിയാക്കിയിട്ട് വേണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ചെടി നടാനുള്ള രീതിയിൽ. അപ്പോൾ ചെടികൾ കൊണ്ടുവന്നതൊന്നും ഇപ്പോൾ അവിടെ നമുക്ക് മുക്കിൽ വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് നടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്ന ചെടികളിൽ നമ്മൾ ചൈനീസ് ബാൽസങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. ചിലർക്ക് ചെടികൾ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇവൻ നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അത്രയ്ക്കധികം ഭൂമി ഉണ്ടാവില്ല, മുറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ചെയ്ത് കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ 116, 16 അങ്ങനെ നമ്പർ ഇട്ടിട്ടാണ് മേടിക്കാറുള്ളത്. നമ്മളെപ്പോഴും ചെടി മേടിക്കുമ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ മേടിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഹെൽത്തി ആയിട്ട് അവർ വളരുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് പൈസ നോക്കി കുഞ്ഞു ചെടികൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് നശിച്ചു പോകും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് മേടിക്കാറുള്ളത് കേട്ടോ. ബാക്കിയുള്ളവനൊന്ന് പണിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മഴ ഗൈസ്. കഴിഞ്ഞൊരു 3-4 മാസം മുന്നേ നമ്മുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ചാൽ കലാഞ്ചിയും ഇപ്പോഴും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഇപ്രാവശ്യം ഞാനൊരു 3-4 എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവനൊന്ന് ഇണങ്ങി പണിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാലാവസ്ഥ സമ്മതിക്കണമില്ല എന്ന്. നല്ല ഗംഭീര മഴ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ കഴിഞ്ഞതും ഒരു ഒടുക്കത്തെ വെയിലായിരുന്നു. ദൈവമേ എന്തൊരു വെയിലായിരുന്നു. ഇന്ന് നമ്മുടെ പ്രയാണം തുടങ്ങുന്നത് ഈ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും പേൾ ഗ്രാസ്, മെക്സിക്കൻ ഗ്രാസ്, അതോടൊപ്പം തന്നെ കുറച്ച് ഏരിയയിൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ചെത്തികളാണ്. നല്ല വലിയ ചെത്തികളുണ്ടല്ലോ, പൂവുണ്ടാവുന്ന ചെത്തികൾ. അതാണ് ഭദ്രകാളി ചെത്തി എന്ന് പറഞ്ഞിട്ടൊരു ചെത്തി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുമ്പോൾ കരിം ചുവപ്പ്, അതായത് മെറൂൺ കളറുള്ള ചെത്തിപ്പൂക്കൾ ഉണ്ടാവും. അതാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അതുമ്പോൾ പൂവുണ്ടായിട്ടില്ല ഇതുവരെ. പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേട്ടന്മാർ വാഴക്കിടുന്ന വളങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇച്ചിരീശ കലക്കി ഒഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നാടൻ വളം, നമ്മുടെ ചാണകം. നമുക്കിപ്പോൾ ഇവിടെ വാഴക്കിടുന്ന വളങ്ങൾ ചേട്ടന്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. ചോദിച്ച് മേടിക്കണം, കാരണം അവർ അളന്ന് വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിടലാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ ചെടിയുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചേച്ചിമാർ പറയുന്ന ഉഷമലരി, അങ്ങനെയല്ലേ നമ്മുടെ ഇവിടെ ചവനാറി, നിത്യകല്യാണി എന്നൊക്കെ പറയും കേട്ടോ. ഞാനതിനെ സുന്ദരി പൂന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ പറിച്ച് കളഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ പൊട്ടി തൂളി ഉണ്ടാവും, അതായത് ഇവരുടെ വിത്തുകൾ പൊട്ടി തൂളിയിട്ട് എല്ലാം അവിടുത്തെ അങ്ങ് നിറയെ ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയിൽ പൂവുണ്ടാവും കേട്ടോ. വേനൽക്കാലത്ത് പൂക്കൾ കാണാൻ എപ്പോഴും ഭംഗിയെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഉള്ളിലായിട്ട് 3 ചെടിച്ചട്ടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഡോറയുടെ പ്രയാണത്തിൽ ചോദിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് അരേലിയയുടെ ചെടികൾ വെക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഇതിപ്പോൾ പിടിച്ച സംഭവം സെറ്റാകുമോ എന്നറിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മൾ
അറേഞ്ച് ചെയ്തിട്ടുള്ള 3 ചട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ വൺസ് ഇത് ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ 3 ചട്ടികൾ വെച്ചിട്ട് അതിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവണം, നല്ല ഭംഗിയുള്ള ചെടികൾ ഉണ്ടാവണം എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്ര ചെടികൾ വെച്ചിട്ടും അത് ഉണ്ടാവണില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു സത്യാവസ്ഥ. അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള അരേലിയ ഇത് കുറച്ച് തണൽ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അരേലിയ പിടിച്ചു. പിന്നെ നമ്മുടെ അരേലിയ ഇപ്പുറത്ത് നിൽക്കുന്നത് കണ്ടോ, അതും ചെറുതായിട്ടൊന്ന് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, പോയിട്ടില്ല എന്ന് മാത്രം, വലിയ ജീവനൊന്നുമില്ല. അപ്പം ഞാൻ ആ നല്ല വലിയ അരേലിയെന്ന് കുറച്ച് 3 കട നമുക്ക് വേണം ഇപ്പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിക്കണം അതിന് നമുക്ക് ചാക്കൊക്കെ ഇട്ട് മൂടി നിർത്താമെന്ന്, ഇവൻ ഒന്ന് പിടിച്ച് കിട്ടണവര്. എന്തായാലും അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനാണ് ചാൻസ്. അപ്പം അതിനെ നമുക്ക് ഇവിടെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അരേലിയ നടുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേര് വന്നിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു എന്താ പറയുക ആകാംക്ഷത്തിൽ കൂടുതലായ കാരണം കൊണ്ടേ എനിക്കത് അപ്പം തന്നെ വെക്കണം എന്ന് തോന്നി. പിന്നെ നമ്മുടെ എല്ലാം അത്യാവശ്യത്തിന് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അഥവാ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വെക്കാലോ എന്നുള്ള ഒരു പ്ലാനിങ് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പരിപാടികൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണെന്നേ. അപ്പോൾ നമ്മൾ നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, നട്ടാൻ നനയ്ക്കണം എന്നാ പറയുക. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ കാണുന്ന ഒരു വരയുണ്ടല്ലോ, ആ വരയുമ്പോൾ നമുക്ക് നമ്മുടെ പതിവ് നീല കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഭയങ്കര സെറ്റിലായിട്ട് കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബ്രൈറ്റ് കളർ കൊണ്ടുവരുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിങ്ങനെ ഉദിച്ച് നിൽക്കുമ്പോഴേ, അതാണ് നമ്മുടെ നീല കളർ സെലക്ട് ചെയ്തത് കേട്ടോ. ശ്രീകുട്ടനെ പെയിൻ്റ് അടിക്കണേ. ശ്രീകുട്ടൻ പ്രോ പെയിൻ്റ് അടിക്കാരനായി. അന്നേരം പെയിൻ്റ് പണിക്ക് പോയാൽ മതി കേട്ടാ. എന്താ പെയിൻ്റ് അടീന് ഡിഗ്രി നമുക്കുണ്ടോ നോക്കാം. നമ്മുടെ തലൂര് വീട് പെയിൻ്റ് അടിക്കുന്ന വീഡിയോയിൽ ശ്രീകുട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഇപ്പോഴും നിങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ശ്രീകുട്ടൻ എൻ്റെ കൂടെ ഇരുന്ന് പെയിൻ്റ് അടിക്കുന്നത് കാണാം. ഇപ്പോൾ അവനൊരു അസിസ്റ്റൻസിൻ്റെ പോലും ആവശ്യമില്ല, ഞാനാണ് അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവൻ മൊത്തത്തിൽ അത് പെയിൻ്റ് അടിച്ച് തന്നു. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അഡീനിയം എന്ന് പറയുന്നത്. 200 രൂപയുടെ അടീനി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഇതിൽ ഡബിൾ പെറ്റലും ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ കട്ടയുണ്ട്, ഒറ്റയുണ്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു വെരിഗേറ്റഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പ്രാവശ്യത്തെ പ്ലാന്റിൻ്റെ കളക്ഷൻസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. വേനൽക്കാലം തുടങ്ങുമ്പോൾ, അതായത് നമ്മളൊരു ഡിസംബർ ഒരു ഒക്ടോബർ ആകുമ്പോൾ ചെടികൾ കളക്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും വെക്കണം. അപ്പോൾ ഒരു ഏപ്രിൽ മെയ് ജൂൺ മഴ തുടങ്ങുമ്പോഴേക്കും നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ മഴക്കാലം ആകുമ്പോഴേക്കും അത് എല്ലാം നശിച്ചു പോകാനാണ് വഴി. 10 മണിയൊന്നും ഉണ്ടാവില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ വെരിഗേറ്റഡ് എന്ന് പറയുന്നത് കേട്ടാ. മഴ പെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ എന്തൊരു ചൂടായിരുന്നോടോ, എന്തൊരു വെയിലായിരുന്നു. ഞാൻ കയറിയിരുന്നു അവസാനം, നല്ല ഗംഭീര വെയില്. അപ്പം ഞാൻ ഇത്തിരിയോടെ കയറിയിരുന്നു. പക്ഷെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഇത് നമുക്ക് അകത്തിരിക്കുന്ന അടീനിയത്തിനൊക്കെ പുറത്തെടുത്ത് വെക്കണം. ഇപ്പോഴാണ് നമ്മുടെ ഡെൽസി ആൻറ്റി മാങ്ങ പൊട്ടിക്കാൻ വിളിച്ചത്. ഡെൽസി ആൻറ്റിയുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മൾ പോവാണ്. ശ്രീകുട്ടൻ പാക്ക് ചെയ്യുന്ന ഉന്തി വിടുന്നു. ഹൈ, മണി വരുന്നുണ്ടോ നമ്മുടെ കൂടെ? മണി വായോ, നമുക്ക് മാങ്ങ പൊട്ടിക്കാൻ പോവാ. നടകാളെ. അങ്ങനെ നമ്മൾ മാങ്ങ പൊട്ടിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്തുള്ള മാങ്ങയാണ് ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊട്ടിക്കല്ലേ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ പിള്ളേർക്ക് വലുപ്പം. പിടിക്കാൻ ആൻറ്റി പിടിക്കുമ്പോഴാ കാണുള്ളൂ. ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന അൽഫോൺസാമാവാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സന്യങ്ങളുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കെല്ലാം നമ്മുടെ വീടാണ് കേട്ടോ. ഇവിടെ 3 വീടേ ഉള്ളൂ. നമ്മൾ അങ്ങനെ അത്ര വീണിട്ടാ നീ വീഴുള്ളൂ ശ്രീകുട്ടാ. നീ ധൈര്യമായിട്ട് പൊട്ടിച്ചോ. നല്ല വലിയ മാങ്ങയാട്ടാ. നല്ല അയൽപ്പക്കങ്ങളെ നല്ല കാഴ്ചയുള്ള കണ്ണുകളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ശ്രീകുട്ടനാക്കി പോകാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇളയമാരെ എടുത്തും അതുപോലെ തന്നെ ഡെൽസിയുടെ അടുത്താക്കിയിട്ടാണ് പോകാറുള്ളത്. അത്യാവശ്യമായിട്ട് എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവൻ നമ്മുടെ കൂടെ കൂടും എല്ലാത്തിനും. കുറച്ചും കൂടി ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വലിയ ബോണ്ടിങ് ഉണ്ട് നമ്മുടെ ഈ ഒരു നെയ്ബർഹുഡിന്റെ ഉള്ളിൽ. മാങ്ങ ഇതാണ് ഞങ്ങളുടെ കൊടുത്തത്. മാങ്ങയുടെ പേര് അൽഫോൺസ. ഭയങ്കര മധുര. അയ്യോ, മാങ്ങ കിട്ടി. മാങ്ങ കിട്ടി. വെറുതെ പറഞ്ഞാട്ടെ, ഇത് സേഫാ. എവിടെ ഇനിയില്ല.
നമ്മുടെ ഇവിടെ മാവ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ 3 വീടുകളിലായിട്ട് ഇപ്പോൾ ഏളാമേരെ അടുത്ത് നാടൻ മാവ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല മണമുണ്ട്. 2-3 വർഷം കൂടുമ്പോൾ അത് കായ്ച്ചു കേട്ടോ. പിന്നെ നമ്മൾ റംബൂട്ടാൻ അതുപോലെ തന്നെ എല്ലാം നമുക്കിവിടെ ഭൂമിയുള്ള കാരണം കൊണ്ട് എല്ലാം നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. ആദ്യത്തെ ഉണ്ടായത് ഇപ്പോൾ ഒരു മാങ്ങ ആദ്യമായിട്ട് ഉണ്ടായതാണെങ്കിൽ അത് പൊട്ടിച്ച് നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കും. അതിന് പൂളിയിട്ടായാലും കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ഇവിടെ ഇങ്ങനെ പോകുന്നത്. പണ്ടത്തെ ഇങ്ങനെയും ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കും പ്രവാസികൾക്കും ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി തിന്നു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മണം. ഭയങ്കര മണം. ഇതുപോലത്തെ കിട്ടിയാ രാഹുലിന് ഇല്ല അല്ലേ? ഒരു ചെറിയ മഴ പെയ്തുട്ടാ. നമുക്കപ്പോ നമ്മുടെ പഴയ അടീനിയങ്ങൾ വീണ്ടും നിരത്തിലിറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പഴയ അടീനിയൊക്കെ വീണ്ടും പുറത്തേക്ക് ചാടുകയാണ്. കാരണം വെയിലില്ലാത്തോടത്തായിരുന്നു ഇരുന്നത്. നല്ല വെയിൽ കൊള്ളുമ്പോൾ പറ്റുകൾ വാടി പോവുക, വെയിലില്ലാണ്ടാവുമ്പോൾ പൂ ഉണ്ടാവുക. എന്താ ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഇതിനെ വെയിലത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നന്നായി നനച്ചു കൊടുക്കാം. അപ്പോൾ ഈ വാടൽ കുറച്ച് നിൽക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് കുറച്ച് ദിവസം ഞാൻ മഴയത്ത് വെച്ചപ്പോഴേ ഇവർ നന്നായിട്ട് പൂ വീണ്ടും മുട്ട് വരുന്നുണ്ടായിരുന്നു. വെള്ളയമൊക്കെ നിറച്ച് മുട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്നില്ലേ, ആ ബൾബിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിമെന്നാണ് വരുന്നത്. അപ്പോൾ അത് അത്ര വലിയ ഹെൽത്തി ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ചെടികളും നമ്മളിത് 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ മേടിച്ച് തന്നെയാണ്. അതാണ് ഇവിടെ കൊണ്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഇനി നമുക്ക് മേടിച്ചുകൊണ്ട് വന്നത് നടാനായിട്ടുണ്ട്. ശ്രീകുട്ടൻ അതുപോലെ തന്നെ ഭാഗ്യനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ചട്ടികൾ കേട്ടോ. അടീനിയ നടാനായിട്ട് എപ്പോഴും കുറച്ച് വാവിസ്താരമുള്ള നടികൾ, ഒരു ബോൺസായി പോലെയല്ല അത് വളരുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടികളാണ് നല്ലത്. എല്ലാ വർഷവും പ്രൂൺ ചെയ്ത് വിടണം. നമ്മുടെ ഈ ഒരു ബോൺസായി പോലെ ആക്കി നിർത്തണം നമ്മുടെ അടീനിയത്തെ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ പൂ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒന്നിനും ഓട്ടയില്ല. അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് ഓട്ട കുത്തിയിട്ട് വരാം കേട്ടോ. ഓട്ടയില്ലാന്നുണ്ടെങ്കിൽ ചെടികൾ ചീഞ്ഞു പോവില്ലേ. അപ്പോൾ നമുക്ക് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് അടക്കമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിന് 3-4 ഓട്ടയിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റാക്കി സംഭവം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് ആമ്പൽ നടാം കേട്ടോ. അത്രയും വലിയ ചെടിച്ചട്ടിയോ ആയിരുന്നു. മാത്രമല്ല നല്ല ഓട്ടയില്ലാത്ത അടിപൊളി പ്ലാസ്റ്റിക്കിലുള്ള ചെട്ടികൾ കണ്ടോ. ഇതുപോലെ നമ്മൾ ഓട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഓട്ടയില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്നായിട്ട് ഡ്രൈനേജ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ചെടികൾക്ക്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ചേട്ടന്മാർ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന പോകുന്ന പറമ്പുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് മണൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടീനിയ എപ്പോഴും മണലിൽ നടണമെന്ന ചേച്ചിമാർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടീനിയം മേടിച്ച സ്ഥലത്തെ ചേച്ചിമാർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മണൽ കണ്ടോ, ഈ മണലാണ് എടുക്കുന്നത് കേട്ടോ. നല്ല വെള്ളം വാർന്നു പോകുന്ന മണൽ വേണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ആട്ടും കാഷ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഇടുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കലാപരിപാടി തുടങ്ങുകയാണ്. 12 എണ്ണല്ലേ നമ്മൾ മേടിച്ചിട്ടുള്ള? 12 എണ്ണം ഇല്ലാന്നുണ്ടല്ലേ. 12 എണ്ണമാണ്. ട്യൂബ് പുറത്തേക്ക് നിൽക്കണം കേട്ടോ മൊത്തം. ആ ഉണ്ടോ കുപ്പിച്ചില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. മറക്കത്തുള്ള കൈ എന്ന് പറയില്ലേ നമ്മുടെ, അതാണ് ഭാഗ്യന്റെ ഡേറ്റാ. ഭാഗ്യ അടീനിയം വെച്ച അടിപൊളിയാണെന്നാണ് ഞാൻ പറയാൻ കാണിച്ചു കൊടുക്കട്ടെ. വെറുതെ അന്ധവിശ്വാസം പറയണതാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അല്ല കേട്ടോ, ഭാഗ്യം ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം അടീനിയ ഞാൻ എപ്പോഴും ഭാഗ്യനെ കൊണ്ടാണ് വെപ്പിക്കാറുള്ളത്. ഞാനും വെച്ചാലും ഉണ്ടാവായികയൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഭാഗ്യം വെക്കുമ്പോൾ അടീനിയ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തോന്നലായിരിക്കും കേട്ടോ. ചില മനസ്സിൻ്റെ നല്ല തോന്നലുകൾ നല്ലതിനല്ലേ. അപ്പോൾ ഭാഗ്യനെ ദോത്തി എന്ന് പറഞ്ഞ് ഓരോന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകത്തിൻ്റെ ഉണക്കപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ചെടി വെക്കുന്നു. ആ ചെടിയിൽ ഓൾറെഡി അവർ ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബൾബ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന പോലെ നമ്മൾ വെക്കണം. ഒറ്റപ്പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വെക്കുന്നു. വീണ്ടും നമ്മളതിൽ മണ്ണിടുന്നു. വീണ്ടും ഈ ഒരു ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നു, ഉറപ്പിക്കുന്നു, നിർത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ബൾബ് മുകളിലേക്ക് നിന്നില്ലെങ്കിലേ അത് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ചേച്ചിമാർ പറഞ്ഞത്. പിന്നെ ഈ വെരികേറ്റഡ് കണ്ടോ, അതും ഏത് പൂവാ ഉണ്ടാവണമെന്ന് എനിക്ക് അറിയൂല കേട്ടോ. ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, ഇപ്പൊ പരമപവിത്ര മദാമി ആ പാട്ടറിയോ? പിന്നെ അറിയാലോ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ
തല കുമ്പിട്ടു താരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നു. എന്താ ചോദിക്കാൻ കാരണം? അതിപ്പോ മരിച്ചില്ലേ നമ്മുടെ തീവ്രവാദികളുടെ ആക്രമണത്തില് ആ ചേട്ടന്റെ അടക്കല്ലേ അപ്പൊ എനിക്ക് ആ പാട്ടിനെ കുറിച്ച് വലിയ അറിവില്ല. ഈ ശാഖ എന്ന് പറയുന്നത് BJP-കാരുടെ RSSന്റെ ശാഖ. ഞാൻ അദ്ദേഹത്തിന്റെ അടക്കിന്റെ സമയത്ത് ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഭാഗ്യനോട് ചോദിക്കേണ്ടായത് കേട്ടോ, ഇങ്ങനെ എന്താണെന്ന്. നമ്മുടെ ഇടയിലുള്ള ചർച്ചകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭാഗ്യനാണ് എനിക്ക് ക്യൂർ ചെയ്ത് തരുന്നത്. ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഭാഗ്യൻ ഇന്നും വാർത്തയൊക്കെ കണ്ട് അതൊക്കെ അപ്ഡേറ്റ് ആക്കി വെക്കുന്ന ആൾക്കാരാണ്. നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ശ്രീജ ഏത് പാർട്ടിയിലാണ് എങ്ങനെയാന്നൊക്കെ ചോദിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ രാഷ്ട്രീയം ഇല്ല, നമ്മളെപ്പോഴും വ്യക്തി രാഷ്ട്രീയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, എല്ലാവരും നമ്മൾ വേണ്ട രീതിയിൽ അംഗീകരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി ചെടികളൊക്കെ നട്ടു. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ആദ്യം പഴയത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ വേറൊരു വരി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെത്തീനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പൂക്കളുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇവിടെ വലിയ രീതിയിൽ വെള്ളം വീഴില്ല, അത് കാരണം കൊണ്ട് നമുക്ക് ഇതിനെ ഇവിടെ വെച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ കുറ്റികളെ മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും വെക്കാനാണ് പ്ലാൻ. ചെത്തികളെ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെത്തി ഭാഗ്യൻ്റെ ഏറ്റവും ഫേവറേറ്റിലായിട്ടുള്ള ഒരു ചെടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഭാഗ്യന് ചെത്തി എന്ന് പറയുന്നത്. ഏതെങ്കിലും പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കാണിച്ചു തരുന്നൊരു കാര്യം, എന്താ മോനെ ചെത്തിമ പൂവുണ്ടായെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെത്തികളൊക്കെ ഈ സൈഡിൽ വയ്ക്കാം. രാവിലെ ഇറങ്ങി പോകുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ചെത്തികൾ പൂത്ത് നിൽക്കുന്നതിന് ഭാഗ്യം കാണട്ടെ എന്ന് വിചാരിച്ചു. ചെത്തികൾ അവിടെ വെച്ചതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചേട്ടന്മാരെല്ലാവരും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട്. ഇന്ന് അവർക്ക് കുഞ്ഞു പണി ഉണ്ടായിരുന്നു, അതായത് വാഴ നനയ്ക്കലൊക്കെ 2-3 മണിക്കൂറിൻ്റെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചായയൊക്കെ വെച്ച് കൊടുത്ത് ചേട്ടന്മാരോട് കുറച്ച് കുശലൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് നിന്നു. അപ്പോഴാണ് നമ്മുടെ എന്താടാ എന്ത് ചീരയാണ് നമ്മുടെ വീട്ടിലുണ്ടായ ചീര, അയ്യോ ഞാൻ അതിൻ്റെ പേര് അഗസ്ത്യ ചീര ഒരെണ്ണം മറിഞ്ഞു വീണ് അതിൻ്റെ സമാധിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരെണ്ണം കൂടെ വെട്ടി നിർത്താമെന്നാണ് പറയുന്നത്. കുറേ ദിവസമായി എന്നോട് ചേച്ചിമാരും ചേട്ടന്മാരും കൃഷിനെ കുറിച്ച് അറിയുന്നവർ പറയണു, ആ അഗസ്ത്യ ചീര വെട്ടി നിർത്ത് ശ്രീജ, അല്ലെങ്കിൽ അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് മുകളിലാണ് പൂക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വെട്ടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. രമേശേട്ടാ ക്യാച്ച് ചെയ്തു അതിനെ. അങ്ങനെ അതൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ സൂര്യഭഗവാൻ ചക്രവാളങ്ങൾക്കുള്ളിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞത്. ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ ദിവസങ്ങൾ കഴിയാണ്ടിരുന്നെങ്കിൽ, കാരണം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ടായിരുന്നതേ. അങ്ങനെ നമ്മുടെ അഗസ്ത്യചീര ഇനി തഴച്ച് വളരട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ചുവപ്പ് അഗസ്ത്യചീരം കൂടെ ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞു തൈകളാണ്, 2 എണ്ണം നട്ടിട്ടുണ്ട്. അതുമ്പോൾ ചുവപ്പ് പൂ ഉണ്ടാവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മണ്ണുത്തി പോകുമ്പോൾ മേടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നട്ടിട്ടുള്ള എല്ലാ സസ്യജാലങ്ങൾ മുഴുവൻ ഇപ്രാവശ്യം പൂക്കളും കായ്കളും ഉണ്ടായി. ഗിരിയിലെ വിപ്ലവ ബോധമാണ് അയാളിലെ മൗനത്തെ പാടെ പിഴിഞ്ഞെടുത്ത് ദൂരേക്ക് എറിഞ്ഞത്. പ്രവാസം സ്റ്റോറിയാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കാലത്ത് ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ അടുക്കള അങ്ങനെ ഇട്ടിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്ന, ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. കാരണം ഈ മണ്ണിൽ കിടന്ന് ഉരുണ്ട് പെരണ്ടിട്ട് ആകെ ചൊറിയുണ്ടായിരുന്നു മേലൊക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കിച്ചൺ വൃത്തിയാക്കിയിട്ട് കിടക്കാം. നാളെ മണ്ടേണേ, അപ്പോൾ കടയിൽ പോകേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകളുണ്ടാവും, ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട കാര്യങ്ങളുണ്ടാവും, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആ പ്ലാനിങ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ വെടുപ്പായിട്ട് കിടക്കണം, അല്ലെങ്കിൽ കാലത്ത് തന്നെ നമ്മുടെ മൂഡ് പോവും. അയ്യോ എന്തോരം പണിയാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ എന്ത് പണിയെടുത്താലും അങ്ങോട്ട് നീങ്ങാത്ത പോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. ഇത് കയ്യിൽ വെച്ചുകൊണ്ടാണോ നടക്കുന്നത്? നിരോധിക്കപ്പെട്ട പത്രം പരസ്യമായി കൊണ്ടു നടക്കുന്നത് അപകടകരമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഈ കഥകൾ കേട്ടുന്ന വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോട് അഡിക്റ്റ് ആവും. എനിക്ക് കൂടുതൽ നോവലുകൾ, ലോങ് നോവലുകൾ കേൾക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം ഗുഡ് നൈറ്റ്, ബൈ സ്റ്റുഡൻസ്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിന് ഇവിടെ വിരാമം വരികയാണ്. ഇപ്പോൾ ടിൽ ടേക്ക് കെയർ, ബൈ. ശ്രീകുട്ടൻ പറഞ്ഞോണം പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ കേട്ടാ. ബൈ.